അധ്യായം 34. സബ. അവതരണം മക്കയിൽ. സൂക്തങ്ങൾ 54. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. പരമകാരുണികനും ദയാപരനുമായ അല്ലാഹുവിന്റെ നാമത്തിൽ. അൽഹംദുലില്ലാഹില്ലദീ ലഹു മാ ഫിസ് സമാവാതി വമാ ഫിൽ അർദി വലഹുൽ ഹംദു ഫിൽ ആഖിറഹ് വഹുവൽ ഹകീമുൽ ഖബീർ. ആകാശഭൂമികളിലുള്ള എല്ലാറ്റിന്റെയും ഉടമയായ അല്ലാഹുവിനാണ് സർവസ്തുതിയും. പരലോകത്തും സ്തുതി അവന് തന്നെ. അവൻ യുക്തിമാനാണ്, സൂക്ഷ്മമായി അറിയുന്നവനും. യഅലമു മാ യലിജു ഫിൽ അർദി വമാ യഖ്റുജു മിൻഹാ വമാ യൻസിലു മിനസ് സമാഇ വമാ യഅ്റുജു ഫീഹാ വഹുവർ റഹീമുൽ ഗഫൂർ. ഭൂമിയിൽ പ്രവേശിക്കുന്നത്, അതിൽ നിന്ന് പുറത്തു വരുന്നത്, ആകാശത്തു നിന്നിറങ്ങുന്നത്, അവിടേക്ക് കയറിപ്പോകുന്നത് എല്ലാം അവൻ അറിയുന്നു. അവൻ പരമകാരുണികനാണ്, ഏറെ പൊറുക്കുന്നവനും. وقال الذين كفروا لا تأتينا الساعة قل بلى وربي لتأتينكم عالم الغيب لا يعزب عنه مثقال ذرة في السماوات ولا في الأرض ولا أصغر من ذلك ولا أكبر إلا في كتاب مبين. സത്യനിഷേധികൾ പറയുന്നു, ആ അന്ത്യസമയം ഞങ്ങൾക്ക് വന്നെത്തുകയില്ല. പറയുക, എന്റെ നാഥനാണ് സത്യം, അത് നിങ്ങൾക്ക് വന്നെത്തുക തന്നെ ചെയ്യും. അഭൗതിക കാര്യങ്ങൾ അറിയുന്ന എന്റെ നാഥനിൽ നിന്ന് ഒളിഞ്ഞുകിടക്കുന്ന ഒരണുപോലുമില്ല. ആകാശങ്ങളിലില്ല, ഭൂമിയിലുമില്ല. അണുവേക്കാൾ ചെറുതുമില്ല, വലുതുമില്ല. എല്ലാം സുവ്യക്തമായ ഒരു ഏടിലുണ്ട്. അതിലില്ലാത്ത ഒന്നുമില്ല. ലിയജ്സിയല്ലദീന ആമനൂ വഅമിലുസ് സ്വാലിഹാത്ത് ഉലൈക ലഹും മഗ്ഫിറതുൻ വറിസ്ഖുൻ കരീം. സത്യവിശ്വാസം സ്വീകരിക്കുകയും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്തവർക്ക് പ്രതിഫലം നൽകാനാണിത്. അവർക്ക് പാപമോചനമുണ്ട്, ഉദാരമായ ജീവിത വിഭവങ്ങളും. والذين سعوا في آياتنا معاجزين أولئك لهم عذاب من رجز أليم. നമ്മെ പരാജയപ്പെടുത്താൻ ഉദ്ദേശിച്ച് നമ്മുടെ വചനങ്ങളെ എതിർക്കാൻ ശ്രമിച്ചവർക്കാണ് നോവേറിയ കഠിന ശിക്ഷയുള്ളത്. ويرى الذين أوتوا العلم الذي أنزل إليك من ربك هو الحق ويهدي إلى صراط العزيز الحميد. അറിവുള്ളവർ കണ്ടു മനസ്സിലാക്കുന്നു, നിന്റെ നാഥനിൽ നിന്ന് നിനക്കിറക്കി കിട്ടിയതു തന്നെയാണ് സത്യമെന്ന്. അത് പ്രതാപിയും സ്തുത്യർഹനുമായ അല്ലാഹുവിന്റെ മാർഗത്തിലേക്ക് നയിക്കുന്നതാണെന്നും. وقال الذين كفروا هل ندلكم على رجل ينبئكم إذا مزقتم كل ممزق إنكم لفي خلق جديد. സത്യനിഷേധികൾ പരിഹാസത്തോടെ പറയുന്നു, ഒരുത്തനെപ്പറ്റി ഞങ്ങൾ നിങ്ങൾക്കറിയിച്ചു തരട്ടെയോ? നിങ്ങൾ മരിച്ച് തീർത്തും ഛിന്ന ഭിന്നമായി മാറിയാലും വീണ്ടും പുതുതായി സൃഷ്ടിക്കപ്പെടുമെന്ന് നിങ്ങളോട് പറയുന്നവനാണവൻ. أفترى على الله كذبا أم به جنة بل الذين لا يؤمنون بالآخرة في العذاب والضلال البعيد. അവൻ അല്ലാഹുവിന്റെ പേരിൽ കള്ളം കെട്ടിപ്പറയുകയാണോ? അതല്ല, അവന് ഭ്രാന്ത് ബാധിച്ചതാണോ? അറിയുക, പരലോകത്തിൽ വിശ്വസിക്കാത്തവർ ശിക്ഷാർഹരാണ്, അളവറ്റ വഴികേടിലും. അഫലം യറൗ ഇലാ മാ ബൈന ഐദീഹിം വമാ ഖൽഫഹും മിനസ് സമാഇ വൽ അർദ്
إن نشأ نخسف بهم الأرض أو نسقط عليهم كسفا من السماء إن في ذلك لآية لكل عبد منيب. അവരുടെ മുന്നിലും പിന്നിലുമുള്ള ആകാശഭൂമികൾ അവർ നോക്കിക്കണ്ടിട്ടില്ലേ? നാം ഇച്ഛിക്കുകയാണെങ്കിൽ നാം അവരെ ഭൂമിയിൽ ആഴ്ത്തിക്കളയും, അല്ലെങ്കിൽ അവർക്കുമേൽ ആകാശത്തിന്റെ അടരുകൾ വീഴ്ത്തും. പശ്ചാത്തപിക്കുന്ന ഏതൊരു ദാസനും തീർച്ചയായും ഇതിൽ ദൃഷ്ടാന്തമുണ്ട്. وَلَقَدْ آتَيْنَا دَاوُودَ مِنَّا فَضْلًا يَا جِبَالُ أَوِّبِي مَعَهُ وَالطَّيْرَ وَأَلَنَّا لَهُ الْحَدِيدَ. സംശയമില്ല, ദാവൂദിന് നാം നമ്മിൽ നിന്നുള്ള അനുഗ്രഹമേകി. നാം നിർദ്ദേശിച്ചു, മലകളെ നിങ്ങൾ അദ്ദേഹത്തോടൊപ്പം സങ്കീർത്തനമാലപിക്കുക, പക്ഷികളെ നിങ്ങളും. അദ്ദേഹത്തിന് നാം ഇരുമ്പ് മയപ്പെടുത്തിക്കൊടുത്തു. أن اعمل سابغات وقدر في السرد واعملوا صالحا إني بما تعملون بصير. മികവുറ്റ പടയങ്കികളുണ്ടാക്കുക, അതിന്റെ കണ്ണികൾക്ക് കൃത്യത വരുത്തുക, സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുക. നിങ്ങൾ ചെയ്യുന്നതെല്ലാം നന്നായി കണ്ടുകൊണ്ടിരിക്കുന്നവനാണ് നാം, തീർച്ച. ولسليمان الريح غدوها شهر ورواحها شهر وأسلنا له عين القطر ومن الجن من يعمل بين يديه بإذن ربه ومن يزغ منهم عن أمرنا نذقه من عذاب السعير. സുലൈമാന് നാം കാറ്റിനെ അധീനപ്പെടുത്തിക്കൊടുത്തു. അതിന്റെ പ്രഭാത സഞ്ചാരം 1 മാസത്തെ വഴിദൂരമാണ്. സായാഹ്ന സഞ്ചാരവും 1 മാസത്തെ വഴിദൂരം തന്നെ. അദ്ദേഹത്തിന് നാം ചെമ്പിന്റെ ഉരുകിയ ഉറവ ഒഴുക്കിക്കൊടുത്തു. അദ്ദേഹത്തിന്റെ അടുത്ത് കുറെ ജിന്നുകളും ജോലിക്കാരായുണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ നാഥന്റെ നിർദ്ദേശാനുസരണമായിരുന്നു അത്. അവരിലാരെങ്കിലും നമ്മുടെ കൽപ്പന ലംഘിക്കുകയാണെങ്കിൽ നാം അവനെ ആളിക്കത്തുന്ന നരകത്തീയിന്റെ രുചി ആസ്വദിപ്പിക്കും. يعملون له ما يشاء من محاريب وتماثيل وجفان كالجواب وقدور الراسيات اعملوا آل داود شكرا وقليل من عبادي الشكور. അവർ അദ്ദേഹം ഉദ്ദേശിക്കുന്നതൊക്കെ ഉണ്ടാക്കിക്കൊടുത്തു. കൂറ്റൻ കെട്ടിടങ്ങൾ, കൗതുകകരമായ പ്രതിമകൾ, തടാകങ്ങൾ പോലുള്ള തളികകൾ, വെച്ചിടത്തു നിന്നിളകാത്ത കനത്ത പാചകപാത്രങ്ങൾ എല്ലാം. ദാവൂദ് കുടുംബമേ, നിങ്ങൾ നന്ദിപൂർവം പ്രവർത്തിക്കുക. എന്റെ ദാസന്മാരിൽ നന്ദിയുള്ളവർ വളരെ വിരളമാണ്. فلما قضينا عليه الموت ما دلهم على موته إلا دابة الأرض تأكل من سأته فلما خر تبينت الجن أن لو كانوا يعلمون الغيب ما لبثوا في العذاب المهين. പിന്നീട് സുലൈമാന് നാം മരണം വിധിച്ചു. അപ്പോൾ ആരും ആ മരണം ജിന്നുകളെ അറിയിച്ചില്ല, അദ്ദേഹത്തിന്റെ ഊന്നുവടി തിന്നുകൊണ്ടിരുന്ന ചിതലുകളൊഴികെ. അങ്ങനെ സുലൈമാൻ നിലം പതിച്ചപ്പോൾ ജിന്നുകൾക്ക് ബോധ്യമായി, തങ്ങൾക്ക് അഭൗതിക കാര്യങ്ങൾ അറിയുമായിരുന്നെങ്കിൽ അപമാനകരമായ ഈ ദുരവസ്ഥയിൽ കഴിഞ്ഞുകൂടേണ്ടി വരില്ലായിരുന്നുവെന്ന്. لقد كان لسبإ في مسكنهم آية جنتان عن يمين وشمال كلوا من رزق ربكم واشكروا له بلدة طيبة ورب غفور. സബഅ നിവാസികൾക്ക് അവരുടെ താമസ സ്ഥലത്തു തന്നെ
ദൃഷ്ടാന്തമുണ്ടായിരുന്നു. വലത്തും ഇടത്തുമുള്ള 2 തോട്ടങ്ങളാണത്. നിങ്ങളുടെ നാഥൻ തന്ന അന്നം തിന്നുകൊള്ളുക, അവനോട് നന്ദി കാണിക്കുക. എന്തു നല്ല നാട്, എത്ര നന്നായി പൊറുക്കുന്ന നാഥൻ. فأعرضوا فأرسلنا عليهم سيل العرم وبدلناهم بجنتيهم جنتين ذواتي أكل خمط وأثل وشيء من സിദ്ർ ഖലീൽ. എന്നാൽ അവർ പിന്തിരിഞ്ഞു കളഞ്ഞു. അവസാനം അവരുടെ നേരെ നാം അണക്കെട്ടിൽ നിന്നുള്ള അണമുറിയാത്ത ജലപ്രവാഹമയച്ചു. അവരുടെ ആ 2 തോട്ടങ്ങളും നശിച്ചു. പകരം നാം വേറെ 2 തോട്ടങ്ങൾ നൽകി. അവ കൈപ്പുറ്റ കനികളും കാറ്റാടി മരങ്ങളും ഏതാനും ഇലന്ത മരങ്ങളും മാത്രമുള്ളതായിരുന്നു. ذلك جزيناهم بما كفروا وهل نجازي إلا الكفور. അവർ നന്ദികേട് കാണിച്ചതിന് നാം അവർക്ക് നൽകിയ പ്രതിഫലം. നന്ദി കെട്ടവർക്കല്ലാതെ നാം ഇത്തരം പ്രതിഫലം നൽകുമോ? وجعلنا بينهم وبين القرى التي باركنا فيها قرى ظاهرة وقدرنا فيها السير سيروا فيها ليالي وأياما آمنين. അവർക്കും നാം അനുഗ്രഹിച്ച ഗ്രാമങ്ങൾക്കുമിടയിൽ തെളിഞ്ഞു കാണാവുന്ന പല പ്രദേശങ്ങളും നാം ഉണ്ടാക്കി. അവയിൽ നാം സഞ്ചാരദൂരം നിർണയിക്കുകയും ചെയ്തു. നിങ്ങൾ അവയിലൂടെ രാപ്പകലുകളിൽ നിർഭയം സഞ്ചരിച്ചുകൊള്ളുക. فقالوا ربنا باعد بين أسفارنا وظلموا أنفسهم فجعلناهم أحاديث ومزقناهم كل ممزق إن في ذلك لآيات لكل صبار شكور. അപ്പോൾ അവർ പറഞ്ഞു, ഞങ്ങളുടെ നാഥ, ഞങ്ങളുടെ യാത്രാ താവളങ്ങൾക്കിടയിൽ നീ ദൂരം വർദ്ധിപ്പിച്ചു തരേണമേ. അങ്ങനെ അവർ തങ്ങൾക്കു തന്നെ ദ്രോഹം വരുത്തുകയായിരുന്നു. അവസാനം നാം അവരെ കേവലം കഥകളാക്കി, അപ്പാടെ ഛിന്നഭിന്നമാക്കി. നിശ്ചയമായും നല്ല ക്ഷമാശീലർക്കും നന്ദിയുള്ളവർക്കും ഇതിൽ ധാരാളം ദൃഷ്ടാന്തങ്ങളുണ്ട്. وَلَقَدْ صَدَّقَ عَلَيْهِمْ إِبْلِيسُ ظَنَّهُ فَاتَّبَعُوهُ إِلَّا فَرِيقًا مِنَ الْمُؤْمِنِينَ. അങ്ങനെ അവരെ സംബന്ധിച്ച് തന്റെ ധാരണ ശരിയാണെന്ന് ഇബ്ലീസ് തെളിയിച്ചു. അവർ അവനെ പിന്തുടർന്നു, സത്യവിശ്വാസികളുടെ സംഘമൊഴികെ. وَمَا كَانَ لَهُ عَلَيْهِمْ مِنْ سُلْطَانٍ إِلَّا لِنَعْلَمَ مَنْ يُؤْمِنُ بِالْآخِرَةِ مِمَّنْ هُوَ مِنْهَا فِي شَكٍّ وَرَبُّكَ عَلَى كُلِّ شَيْءٍ حَفِيظٌ. ഇബ്ലീസിന് അവരുടെ മേൽ ഒരധികാരവുമുണ്ടായിരുന്നില്ല. പരലോകത്തിൽ വിശ്വസിക്കുന്നവരെയും സംശയിക്കുന്നവരെയും വേർതിരിച്ചറിയാൻ മാത്രമാണിത്. നിന്റെ നാഥൻ സകല സംഗതികളും ശ്രദ്ധാപൂർവം നിരീക്ഷിച്ചു കൊണ്ടിരിക്കുന്നവനാണ്. قُلِ ادْعُوا الَّذِينَ زَعَمْتُم مِّن دُونِ اللَّهِ لَا يَمْلِكُونَ مِثْقَالَ ذَرَّةٍ فِي السَّمَاوَاتِ وَلَا فِي الْأَرْضِ وَمَا لَهُمْ فِيهِمَا مِن شِرْكٍ وَمَا لَهُ مِنْهُم مِّن ظَهِيرٍ. പറയുക, അല്ലാഹുവെ വെടിഞ്ഞ് നിങ്ങൾ ദൈവമായി സങ്കൽപ്പിച്ചുണ്ടാക്കിയവരോടൊക്കെ വിളിച്ചു പ്രാർത്ഥിച്ചു നോക്കുക. ആകാശത്ത് ഒരണുത്തൂക്കത്തിന്റെ ഉടമാവകാശം പോലും അവർക്കില്ല, ഭൂമിയിലുമില്ല. അവ രണ്ടിലും അവർക്കൊരു പങ്കുമില്ല. അവരിലാരിലും അല്ലാഹുവിന് ഒരു സഹായിയുമില്ല. ولا تنفع الشفاعة عنده إلا لمن أذن له حتى إذا فزع عن قلوبهم قالوا ماذا قال ربكم
قالوا الحق وهو العلي الكبير. അള്ളാഹുവിന്റെ അടുത്ത് ശുപാർശയൊട്ടും ഉപകരിക്കുകയില്ല, അവൻ അനുമതി നൽകിയവർക്കല്ലാതെ. അങ്ങനെ അവരുടെ ഹൃദയങ്ങളിൽ നിന്ന് പരിഭ്രമം നീങ്ങിയില്ലാതാകുമ്പോൾ അവർ ശുപാർശകരോട് ചോദിക്കുന്നു, നിങ്ങളുടെ നാഥൻ എന്താണ് പറഞ്ഞത്? അവർ മറുപടി പറയും, സത്യം തന്നെ, അവൻ അത്യുന്നതനാണ്, എല്ലാ നിലക്കും വലിയവനും. قل من يرزقكم من السماوات والأرض قل الله وإنا أو إياكم لعلى هدى أو في ضلال مبين. ചോദിക്കുക, ആകാശഭൂമികളിൽ നിന്ന് നിങ്ങൾക്ക് അന്നം തരുന്നത് ആരാണ്? പറയുക, അല്ലാഹു. അപ്പോൾ ഞങ്ങളോ നിങ്ങളോ രണ്ടിലൊരു വിഭാഗം നേർവഴിയിലാണ്, അല്ലെങ്കിൽ പ്രകടമായ വഴികേടിലും. قل لا تسألون عما أجرمنا ولا نسأل عما تعملون. പറയുക, ഞങ്ങൾ ചെയ്ത തെറ്റിനെപ്പറ്റി നിങ്ങളോടാരും ചോദിക്കുകയില്ല, നിങ്ങൾ പ്രവർത്തിക്കുന്നതിനെപ്പറ്റി ഞങ്ങളോടും ചോദിക്കുകയില്ല. قل يجمع بيننا ربنا ثم يفتح بيننا بالحق وهو الفتاح العليم. പറയുക, നമ്മുടെ നാഥൻ നമ്മയെല്ലാം ഒരുമിച്ച് കൂട്ടും, പിന്നീട് അവൻ നമുക്കിടയിൽ ന്യായമായ തീരുമാനമെടുക്കും, അവൻ എല്ലാം അറിയുന്ന വിധികർത്താവാണ്. قل أروني الذين ألحقتم به شركاء كلا بل هو الله العزيز الحكيم. പറയുക, നിങ്ങൾ അവന് സമന്മാരാക്കി സങ്കൽപ്പിച്ച ആ പങ്കാളികളെ എനിക്കൊന്ന് കാണിച്ചു തരൂ. ഒരിക്കലുമില്ല, അവന് സമന്മാരില്ല, അവൻ അല്ലാഹു മാത്രം, പ്രതാപിയും യുക്തിജ്ഞനും. وما أرسلناك إلا كافة للناس بشيرا ونذيرا ولكن أكثر الناس لا يعلمون. മനുഷ്യർക്കാകമാനം ശുഭവാർത്ത അറിയിക്കുന്നവനും മുന്നറിയിപ്പ് നൽകുന്നവനുമായല്ലാതെ നിന്നെ നാം അയച്ചിട്ടില്ല, പക്ഷേ ഏറെ പേരും അതറിയുന്നില്ല. ويقولون متى هذا الوعد إن كنتم صادقين. അവർ ചോദിക്കുന്നു, ഈ വാഗ്ദാനം എപ്പോഴാണ് പുലരുക, നിങ്ങൾ സത്യവാദികളെങ്കിൽ? قل لكم ميعاد يوم لا تستأخرون عنه ساعة ولا تستقدمون. പറയുക, നിങ്ങൾക്ക് ഒരു നിശ്ചിത അവധി ദിനമുണ്ട്, നിങ്ങൾ അതിൽ നിന്നൊട്ടും പിറകോട്ട് പോവില്ല, മുന്നോട്ട് വരികയുമില്ല. وقال الذين كفروا لن نؤمن بهذا القرآن ولا بالذي بين يديه ولو ترى إذ الظالمون موقوفون عند ربهم يرجع بعضهم إلى بعض القول يقول الذين استضعفوا للذين استكبروا لولا أنتم لكنا مؤمنين. സത്യനിഷേധികൾ പറയുന്നു, ഞങ്ങൾ ഈ ഖുർആനിൽ ഒരിക്കലും വിശ്വസിക്കില്ല, അതിനു മുമ്പുള്ള വേദങ്ങളിലും വിശ്വസിക്കില്ല. ഈ അതിക്രമികളെ അവരുടെ നാഥന്റെ അടുത്തു നിർത്തുന്നത് നീ കണ്ടിരുന്നെങ്കിൽ, അന്നേരം അവർ പരസ്പരം കുറ്റാരോപണം നടത്തിക്കൊണ്ടിരിക്കും. ഇഹലോകത്ത് മർദ്ദിച്ചൊതുക്കപ്പെട്ടിരുന്നവർ അഹന്ത നടിച്ചിരുന്നവരോട് പറയും, നിങ്ങളില്ലായിരുന്നെങ്കിൽ ഞങ്ങൾ വിശ്വാസികളായിരുന്നേനെ. قال الذين استكبروا للذين استضعفوا أنحن صددناكم عن الهدى بعد إذ جاءكم بل كنتم مجرمين.
അഹങ്കരിച്ചിരുന്നവർ അടിച്ചമർത്തപ്പെട്ടിരുന്നവരോട് പറയും, നിങ്ങൾക്ക് നേർവഴി വന്നെത്തിയ ശേഷം നിങ്ങളെ അതിൽ നിന്ന് തടഞ്ഞു നിർത്തിയത് ഞങ്ങളാണോ? അല്ല, നിങ്ങൾ കുറ്റവാളികൾ തന്നെയായിരുന്നു. وقال الذين استضعفوا للذين استكبروا بل مكر الليل والنهار إذ تأمروننا أن نكفر بالله ونجعل له أندادا وأسروا الندامة لما رأوا العذاب وجعلنا الأغلال في أعناق الذين كفروا هل يجزون إلا ما كانوا يعملون. അടിച്ചമർത്തപ്പെട്ടിരുന്നവർ അഹന്ത നടിച്ചിരുന്നവരോട് പറയും, അല്ല, രാപ്പകലുകളിലെ നിങ്ങളുടെ കുതന്ത്രത്തിന്റെ ഫലമാണിത്. ഞങ്ങൾ അല്ലാഹുവെ നിഷേധിക്കാനും അവന് സമന്മാരെ സങ്കൽപ്പിക്കാനും നിങ്ങൾ കൽപ്പിച്ചുകൊണ്ടിരുന്ന കാര്യം ഓർക്കുക. അവസാനം ശിക്ഷ കാണുമ്പോൾ അവർ ദുഃഖം ഉള്ളിലൊളിപ്പിക്കും. സത്യനിഷേധികളുടെ കഴുത്തിൽ നാം കൂച്ചുവിലങ്ങിടും. അവർ പ്രവർത്തിച്ചുകൊണ്ടിരുന്നതിന്റെ പ്രതിഫലമല്ലേ അവർക്കുണ്ടാവൂ. وما أرسلنا في قرية من نذير إلا قال مترفوها إنا بما أرسلتم به كافرون. ഏതൊരു നാട്ടിലേക്ക് നാം മുന്നറിയിപ്പുകാരെ അയച്ചുവോ, അപ്പോഴൊക്കെ അവിടങ്ങളിലെ ധൂർത്തന്മാർ പറഞ്ഞു, നിങ്ങൾ കൊണ്ടുവന്ന സന്ദേശത്തെ ഞങ്ങളിതാ തള്ളിക്കളയുന്നു. وقالوا نحن أكثر أموالا وأولادا وما نحن بمعذبين. അവർ പറഞ്ഞുകൊണ്ടിരുന്നു, ഞങ്ങൾ കൂടുതൽ സമ്പത്തും സന്താനങ്ങളുമുള്ളവരാണ്, ഞങ്ങൾ എന്തായാലും ശിക്ഷിക്കപ്പെടുകയില്ല. قل إن ربي يبسط الرزق لمن يشاء ويقدر ولكن أكثر الناس لا يعلمون. പറയുക, എന്റെ നാഥൻ അവനിച്ഛിക്കുന്നവർക്ക് ഉപജീവനത്തിൽ ഉദാരത വരുത്തുന്നു, അവനിച്ഛിക്കുന്നവർക്ക് അതിലിടുക്കമുണ്ടാക്കുകയും ചെയ്യുന്നു. പക്ഷേ അധികമാളുകളും അതറിയുന്നില്ല. وما أموالكم ولا أولادكم بالتي تقربكم عندنا زلفى إلا من آمن وعمل صالحا فأولئك لهم جزاء الضعف بما عملوا وهم في الغرفات آمنون. നിങ്ങളുടെ സമ്പത്തും സന്താനങ്ങളും നിങ്ങളെ നമ്മോട് ഒട്ടും മടുപ്പിക്കുകയില്ല. സത്യവിശ്വാസം സ്വീകരിക്കുകയും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്തവരെയൊഴികെ അവർക്ക് തങ്ങളുടെ കർമ്മങ്ങളുടെ ഇരട്ടി പ്രതിഫലം കിട്ടും. അവർ അത്യുന്നത സൗധങ്ങളിൽ നിർഭയരായി കഴിയുന്നവരായിരിക്കും. والذين يسعون في آياتنا معاجزين أولئك في العذاب محضرون. നമ്മെ പരാജയപ്പെടുത്താനായി നമ്മുടെ വചനങ്ങളെ തള്ളിപ്പറയാൻ ശ്രമിക്കുന്നവരെ കൊടിയ ശിക്ഷയ്ക്കിരയാക്കും. قل إن ربي يبسط الرزق لمن يشاء من عباده ويقدر له وما أنفقتم من شيء فهو يخلفه وهو خير الرازقين. പറയുക, എന്റെ നാഥൻ തന്റെ ദാസന്മാരിൽ അവനിച്ഛിക്കുന്നവർക്ക് വിഭവങ്ങളിൽ വിശാലത വരുത്തുന്നു, അവനിച്ഛിക്കുന്നവർക്ക് ഇടുക്കമുണ്ടാക്കുന്നു.
നിങ്ങൾ സത്യമാർഗത്തിൽ ചെലവഴിക്കുന്ന എന്തിനും അവൻ പകരം നൽകും. അന്നം നൽകുന്നവരിൽ അത്യുത്തമനാണവൻ. ويوم يحشرهم جميعا ثم يقول للملائكة أهؤلاء إياكم كانوا يعبدون. അവൻ അവരെയെല്ലാം ഒരുമിച്ച് കൂട്ടുന്ന നാളിനെക്കുറിച്ചോർക്കുക. പിന്നെ അവൻ മലക്കുകളോട് ചോദിക്കും, നിങ്ങളെയാണോ ഇവർ പൂജിച്ചിരുന്നത്? قالوا سبحانك أنت ولينا من دونهم بل كانوا يعبدون الجن أكثرهم بهم مؤمنون. അവർ പറയും, നീ എത്ര പരിശുദ്ധൻ, നീയാണ് ഞങ്ങളുടെ രക്ഷകൻ, ഇവരാരുമല്ല. എന്നാൽ ജിന്നുകളെയാണ് അവർ പൂജിച്ചിരുന്നത്, അവരിലേറെ പേരും ജിന്നുകളിൽ വിശ്വസിക്കുന്നവരുമായിരുന്നു. فاليوم لا يملك بعضكم لبعض نفعا ولا ضرا ونقول للذين ظلموا ذوقوا عذاب النار التي كنتم بها تكذبون. അന്ന് നിങ്ങളിലാർക്കും പരസ്പരം ഗുണമോ ദോഷമോ ചെയ്യാനാവില്ല. അക്രമം കാണിച്ചവരോട് നാം ഇങ്ങനെ പറയും, നിങ്ങൾ തള്ളിപ്പറഞ്ഞുകൊണ്ടിരുന്ന ആ നരകത്തീയിന്റെ ശിക്ഷ അനുഭവിച്ചുകൊള്ളുക. وَإِذَا تُتْلَى عَلَيْهِمْ آيَاتُنَا بَيِّنَاتٍ قَالُوا مَا هَذَا إِلَّا رَجُلٌ يُرِيدُ أَن يَصُدَّكُمْ عَمَّا كَانَ يَعْبُدُ آبَاؤُكُمْ وَقَالُوا مَا هَذَا إِلَّا إِفْكٌ مُفْتَرًى وَقَالَ الَّذِينَ كَفَرُوا لِلْحَقِّ لَمَّا جَاءَهُمْ إِنْ هَذَا إِلَّا سِحْرٌ مُبِينٌ. നമ്മുടെ വചനങ്ങൾ വളരെ വ്യക്തമായി വായിച്ചു കേൾപ്പിച്ചാൽ അവർ പറയും, ഇവനൊരു മനുഷ്യൻ മാത്രമാണ്. നിങ്ങളുടെ പിതാക്കന്മാർ പൂജിച്ചു കൊണ്ടിരുന്നതിൽ നിന്ന് നിങ്ങളെ തെറ്റിക്കാനാണ് ഇവൻ ആഗ്രഹിക്കുന്നത്. അവർ ഇത്ര കൂടി പറയുന്നു, ഈ ഖുർആൻ കെട്ടിച്ചമച്ചുണ്ടാക്കിയ കള്ളം മാത്രമാണ്. തങ്ങൾക്ക് സത്യം വന്നെത്തിയപ്പോൾ സത്യനിഷേധികൾ പറഞ്ഞു, ഇത് വ്യക്തമായ മായാജാലം മാത്രമാണ്. وَمَا آتَيْنَاهُمْ مِنْ كُتُبٍ يَدْرُسُونَهَا وَمَا أَرْسَلْنَا إِلَيْهِمْ قَبْلَكَ مِنْ نَذِيرٍ. എന്നാൽ നാം അവർക്ക് വായിച്ചു പഠിക്കാൻ വേദപുസ്തകങ്ങളൊന്നും നൽകിയിരുന്നില്ല. നിനക്ക് മുമ്പ് നാം അവരിലേക്കൊരു മുന്നറിയിപ്പുകാരനെയും അയച്ചിരുന്നുമില്ല. وَكَذَّبَ الَّذِينَ مِنْ قَبْلِهِمْ وَمَا بَلَغُوا مِعْشَارَ مَا آتَيْنَاهُمْ فَكَذَّبُوا رُسُلِي فَكَيْفَ كَانَ نَكِيرِ. ഇവർക്ക് മുമ്പുള്ളവരും സത്യത്തെ തള്ളിപ്പറഞ്ഞിട്ടുണ്ട്. നാം അവർക്ക് നൽകിയിരുന്ന സൗകര്യത്തിന്റെ 10% പോലും ഇവർക്ക് കിട്ടിയിട്ടില്ല. എന്നിട്ടും അവർ നമ്മുടെ ദൂതന്മാരെ തള്ളിപ്പറഞ്ഞു. അപ്പോൾ നമ്മുടെ ശിക്ഷ എவ்விதമായിരുന്നു. قُلْ إِنَّمَا أَعِظُكُمْ بِوَاحِدَةٍ أَن تَقُومُوا لِلَّهِ مَثْنَى وَفُرَادَى ثُمَّ تَتَفَكَّرُوا مَا بِصَاحِبِكُم مِّن جِنَّةٍ إِنْ هُوَ إِلَّا نَذِيرٌ لَكُمْ بَيْنَ يَدَيْ عَذَابٍ شَدِيدٍ. പറയുക, ഞാൻ നിങ്ങളോട് ഒന്നേ ഉപദേശിക്കുന്നുള്ളൂ. അല്ലാഹുവിനെ ഓർത്ത് നിങ്ങൾ ഓരോരുത്തരായോ ഈ 2 പേർ വീതമോ എഴുന്നേറ്റ് നിൽക്കുക. എന്നിട്ട് ചിന്തിക്കുക,
അപ്പോൾ ബോധ്യമാകും നിങ്ങളുടെ കൂട്ടുകാരന് ഭ്രാന്തില്ലെന്ന്. കഠിനമായ ശിക്ഷ നിങ്ങളെ ബാധിക്കും മുമ്പേ നിങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകുന്നവൻ മാത്രമാണ് അദ്ദേഹമെന്നും. قُلْ مَا سَأَلْتُكُم مِّنْ أَجْرٍ فَهُوَ لَكُمْ إِنْ أَجْرِيَ إِلَّا عَلَى اللَّهِ وَهُوَ عَلَى كُلِّ شَيْءٍ شَهِيدٌ. പറയുക, ഞാൻ നിങ്ങളോട് വല്ല പ്രതിഫലവും ചോദിച്ചിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് തന്നെയുള്ള നന്മ മാത്രമാണ്. എനിക്കുള്ള പ്രതിഫലം അല്ലാഹുവിങ്കലത്രേ. അവൻ സകല സംഗതികൾക്കും സാക്ഷിയാണല്ലോ. قُلْ إِنَّ رَبِّي يَقْذِفُ بِالْحَقِّ عَلَّامُ الْغُيُوبِ. പറയുക, എന്റെ നാഥൻ എനിക്ക് സത്യം എത്തിച്ചു തരുന്നു. അവൻ അഭൗതിക കാര്യങ്ങളെല്ലാം അറിയുന്നവനാണ്. قُلْ جَاءَ الْحَقُّ وَمَا يُبْدِئُ الْبَاطِلُ وَمَا يُعِيدُ. പറയുക, സത്യം വന്നെത്തിയിരിക്കുന്നു. ഇനി അസത്യം ഒന്നിനും തുടക്കം കുറിക്കുകയില്ല, അത് ഒന്നിനെയും പുനഃസ്ഥാപിക്കുകയുമില്ല. قُلْ إِن ضَلَلْتُ فَإِنَّمَا أَضِلُّ عَلَى نَفْسِي وَإِنِ اهْتَدَيْتُ فَبِمَا يُوحِي إِلَيَّ رَبِّي إِنَّهُ سَمِيعٌ قَرِيبٌ. പറയുക, ഞാൻ വഴികേടിലാണെങ്കിൽ എന്റെ വഴികേടിന്റെ വിപത്ത് എനിക്കു തന്നെയാണ്. ഞാൻ നേർവഴിയിലാണെങ്കിലോ അത് എന്റെ നാഥൻ എനിക്ക് ബോധനം നൽകിയതിനാലാണ്. തീർച്ചയായും അവൻ എല്ലാം കേൾക്കുന്നവനാണ്, വളരെ സമീപസ്ഥനും. وَلَوْ تَرَى إِذْ فَزِعُوا فَلَا فَوْتَ وَأُخِذُوا مِنْ مَكَانٍ قَرِيبٍ. അവർ പരിഭ്രാന്തരായിത്തീരുന്ന സന്ദർഭം നീ കണ്ടിരുന്നെങ്കിൽ അന്ന് അവർക്ക് ഒരു നിലക്കും രക്ഷപ്പെടാനാവില്ല. ഏറ്റവും അടുത്ത സ്ഥലത്ത് വെച്ചു തന്നെ അവരെ പിടികൂടും. وَقَالُوا آمَنَّا بِهِ وَأَنَّى لَهُمُ التَّنَاوُشُ مِنْ مَكَانٍ بَعِيدٍ. അപ്പോഴവർ പറയും, ഞങ്ങൾ അദ്ദേഹത്തിൽ വിശ്വസിച്ചിരിക്കുന്നു, എന്നാൽ കാര്യം ഏറെ ദൂരെയായിപ്പോയി. കൈവിട്ടകന്നത് എങ്ങനെ കൈവരിക്കാനാണ്? وَقَدْ كَفَرُوا بِهِ مِنْ قَبْلُ وَيَقْذِفُونَ بِالْغَيْبِ مِنْ مَكَانٍ بَعِيدٍ. നേരത്തെ അവരദ്ദേഹത്തെ തള്ളിപ്പറഞ്ഞതാണല്ലോ. കാര്യം നേരിട്ടറിയാതെ ഏറെ ദൂരെ നിന്ന് അവർ ദുരാരോപണം നടത്തുകയായിരുന്നു. وحيل بينهم وبين ما يشتهون كما فعل بأشياعهم من قبل إنهم كانوا في شك مريب. ഇപ്പോൾ ഇവർക്കും ഇവർ ആഗ്രഹിക്കുന്നതിനുമിടയിൽ തടസ്സം സൃഷ്ടിക്കുന്ന തിരശ്ശീല വീണ് കഴിഞ്ഞിരിക്കുന്നു. ഇവരുടെ മുൻഗാമികളായ കക്ഷികൾക്കും സംഭവിച്ചത് ഇതുതന്നെ. തീർച്ചയായും അവർ അവിശ്വാസമുളവാക്കുന്ന സംശയത്തിലായിരുന്നു.